ഒരു വ്യക്തിയുടെ ശരീരത്തിൽ യേശുക്രിസ്തു കുരിശിൽ അനുഭവിച്ച മുറിവുകൾക്ക് സമാനമായ അടയാളങ്ങളോ മുറിവുകളോ നിഗൂഢമായി പ്രത്യക്ഷപ്പെടുന്നതിനെയാണ് സ്റ്റിഗ്മാറ്റ എന്ന് പറയുന്നത്. ഈ മുറിവുകൾ സാധാരണയായി കൈകളിലും കാലുകളിലും ആണിതറച്ചതുപോലെയും ശരീരത്തിൻ്റെ ഒരു വശത്തും കുന്തം തുളച്ചതുപോലെയും പ്രത്യക്ഷപ്പെടുന്നു. ചിലപ്പോൾ തലയിലും മുള്ളുകൊണ്ടുള്ള കിരീടം പോലെ പുറത്തും ചാട്ടവാറടിയേറ്റതുപോലെയൊക്കെ ഇവ കാണപ്പെടാം. സ്റ്റിഗ്മാറ്റയുടെ ഈ രൂപം ഒരുതരം അത്ഭുത പ്രതിഭാസമായി കണക്കാക്കപ്പെടുന്നു. ഒരു വ്യക്തിയും ക്രിസ്തുവിൻ്റെ സഹനവും തമ്മിലുള്ള ആഴത്തിലുള്ള ആത്മീയ ബന്ധത്തിൻ്റെ പുറം അടയാളമായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ, സ്റ്റിഗ്മാറ്റ അനുഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ സഹനത്തിൽ അഗാധമായി പങ്കുചേരുന്നതിൻ്റെ പ്രതീകമാണ്. സ്റ്റിഗ്മാറ്റ വഹിക്കുന്ന വ്യക്തിയെ ക്രിസ്തുവിൻ്റെ ത്യാഗവുമായി ഒരുതരം ആത്മീയ ഐക്യം അനുഭവിക്കുന്നവരായും അവിടുത്തെ സഹനങ്ങളോട് അഗാധമായ ഭക്തിയും അനുകമ്പയും പ്രകടിപ്പിക്കുന്നവരായും കണക്കാക്കുന്നു. ചില വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് ഈ അഗാധമായ വിശ്വാസം അത്ര ശക്തവും തീവ്രവുമായതിനാൽ അത് ശാരീരികമായി പ്രകടമാകുകയും വ്യക്തിക്ക് ക്രിസ്തുവിൻ്റെ വേദനയും മുറിവുകളും അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. സ്റ്റിഗ്മാറ്റയ്ക്ക് ഒന്നുകിൽ പുറമേ കാണുന്ന മുറിവുകളും രക്തസ്രാവവും ഉണ്ടാകാം, അല്ലെങ്കിൽ മുറിവുകളില്ലാതെ വേദന മാത്രം അനുഭവിക്കുന്ന അദൃശ്യ രൂപവും ഉണ്ടാകാം. ഈ മുറിവുകൾക്ക് അണുബാധ ഉണ്ടാകാറില്ലെന്നും ചിലപ്പോൾ പരിശുദ്ധിയുടെ ഗന്ധം എന്നറിയപ്പെടുന്ന സുഗന്ധം പുറപ്പെടുവിക്കാറുണ്ടെന്നും പറയപ്പെടുന്നു. സ്റ്റിഗ്മാറ്റയുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന വ്യക്തികളിൽ ഫാദർ പാദ്രെ പിയോയും മറിയം ത്രേസ്യയും ഉൾപ്പെടുന്നു. പെട്രോസിനയിലെ ഫാദർ പിയോയ്ക്ക് തൻ്റെ മരണം വരെ 50 വർഷത്തോളം കൈകളിലും കാലുകളിലും ശരീരത്തിൻ്റെ വശത്തും ദൃശ്യമായ സ്റ്റിഗ്മാറ്റ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുറിവുകൾ ഡോക്ടർമാരും വിദഗ്ധരും പരിശോധിച്ചിരുന്നു. എന്നാൽ ചില വിവരങ്ങൾ അനുസരിച്ച് അവർക്ക് ഇതിന് ശാസ്ത്രീയമായ ഒരു വിശദീകരണം നൽകാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഹോളി ഫാമിലി സഭയുടെ സ്ഥാപകയായ ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള വിശുദ്ധ മറിയം ത്രേസ്യയ്ക്ക് 1909 മുതൽ യേശുവിൻ്റെ 5 മുറിവുകൾ, പഞ്ചക്ഷതങ്ങൾ ദൃശ്യപരമായി അനുഭവിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുറിവുകൾക്കൊപ്പം ആനന്ദാനുഭവങ്ങളും ദർശനങ്ങളും സിസ്റ്ററിന് ലഭിച്ചിട്ടുണ്ട്. സ്റ്റിഗ്മാറ്റയുടെ ആധികാരികത പരിശോധിക്കാൻ സഭയ്ക്ക് കർശനമായ നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിലും ഈ പ്രതിഭാസങ്ങൾ അഗാധമായ വിശ്വാസത്തിൻ്റെയും തുടരുന്ന സംവാദങ്ങളുടെയും വിഷയമായി ഇന്നും തുടരുന്നു.